നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ആവേശത്തിലായി കഴിഞ്ഞിരിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം പ്രതീക്ഷിക്കുകയാണ് BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം. രാജ്യത്ത് NDA ഒറ്റയ്ക്ക് 400 സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. BJP ഒറ്റയ്ക്ക് 370 എന്ന കടമ്പ കടക്കുമെന്നും നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. BJPയുടെ വമ്പിച്ച വിജയം തന്നെയാണ് അഭിപ്രായ സർവേകളെല്ലാം രേഖപ്പെടുത്തുന്നത്. BJP പ്രതീക്ഷിച്ചതുപോലെ 400 സീറ്റ് കടന്ന് 420 സീറ്റ് BJP നേടാൻ സാധ്യതയുണ്ടെന്ന് പല അഭിപ്രായ സർവേകളും പറയുന്നു. പ്രതിപക്ഷ നിര അമ്പയെ തകർന്നു പോയിരിക്കുന്നു. രാജ്യത്ത് കോൺഗ്രസ് എന്ന പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി പലയിടങ്ങളിലും മത്സരിക്കാൻ ആളില്ലാത്ത ഗതികേടിലാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. റായ്ബറേലിയും അമേഠിയും രണ്ടും ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കുത്തക സീറ്റുകളായിരുന്ന മണ്ഡലങ്ങൾ. ആ റായ്ബറേലിയിലും അമേഠിയിലും പോലും മത്സരിക്കാൻ ആളില്ല. ആ അമേഠിയിലും റായ്ബറേലിയും പോലും മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ തയ്യാറാകുന്നില്ല. യു പിയിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കണം, ഇല്ലെങ്കിൽ ഒരു സീറ്റ് പോലും യു പിയിൽ ഇത്തവണ കോൺഗ്രസിന് കിട്ടില്ല എന്നാണ്. കോൺഗ്രസിന് സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും വേണ്ടില്ല, റായ്ബറേലിയിലോ അമേഠിയിലോ മത്സരിച്ച് പരാജയം രുചിക്കാനില്ലെന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഒടുവിൽ രാഹുൽ ഗാന്ധി എത്തിപ്പെട്ടത് കഴിഞ്ഞ തവണ വിജയിച്ച കേരളത്തിലെ വയനാട് എന്ന മണ്ഡലത്തിലേക്കാണ്. രാജ്യത്തിൻ്റെ മറ്റൊരു പ്രദേശത്തും മറ്റൊരു മണ്ഡലത്തിലും വിജയിക്കുമെന്ന് ഉറപ്പില്ലാതെ ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പുള്ള സീറ്റായ വയനാട്ടിലേക്ക് ഓടിയെത്തേണ്ടി വന്നു. ഇവിടെയും രാഹുൽ ഗാന്ധി ഇത്തവണ നിഷ്പ്രയാസം ജയിച്ചു പോകുമെന്ന് കരുതാനാകില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ എതിരിടാനായി ഇക്കുറി എത്തിച്ചത്. എന്തുകൊണ്ടാണ് K. സുരേന്ദ്രനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയത്? അതിനു പിന്നിൽ പാർട്ടിയുടെ ചില തന്ത്രങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നായിരുന്നു K. സുരേന്ദ്രൻ സ്വീകരിച്ച നിലപാട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി അഹോരാത്രം പണിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇത്തവണ മത്സരരംഗത്ത് നിന്ന് മാറിയുന്നത്. എന്നാൽ അവസാന നിമിഷം BJPയുടെ കേന്ദ്ര നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് K. സുരേന്ദ്രൻ വയനാട്ടിലേക്ക് എത്തിയത്. വയനാട്ടിലേക്ക് എത്തിയ K. സുരേന്ദ്രൻ തുടങ്ങി വച്ചത് രാഹുൽ ഗാന്ധിക്കെതിരായ രാഷ്ട്രീയ ആരോപണമാണ്. ഇതാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടിയതും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതോടുകൂടി തന്നെ ആ മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് എത്തും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ അവിടെ തമ്പടിക്കും. അപ്പോൾ BJPയുടെ കരുത്തുള്ള ഒരാൾ എതിർ സ്ഥാനാർത്ഥിയായി എത്തി രാഹുൽ ഗാന്ധിക്കെതിരെ രാഷ്ട്രീയപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടിനെ പൊളിച്ചു കാണിച്ചാൽ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെക്കുറിച്ച് കൃത്യമായ ആരോപണം ഉന്നയിച്ചാൽ അത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകും. ദേശീയ തലത്തിൽ ചർച്ചയാകുമെന്ന് മാത്രമല്ല, രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ കിട്ടിയ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ BJPക്ക് കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ തവണ BDJSൻ്റെ സംസ്ഥാന അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളിയാണ് വയനാട്ടിൽ മത്സരിച്ചത്. തുഷാർ ഒരു ഘടകകക്ഷിയുടെ ആളായതുകൊണ്ട് തന്നെ BJPയുടെ പ്രധാന നേതാക്കൾ അവിടെ എത്തിയിരുന്നില്ല. അതുമാത്രവുമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ആ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാൻ BJP കഴിഞ്ഞുമില്ല. രാഹുൽ ഗാന്ധി വന്നു പോയി, തുഷാർ വെള്ളാപ്പള്ളി അവിടെ കുറേ പണിയെടുത്തു എന്നതിനപ്പുറം അവിടെ ഒരു രാഷ്ട്രീയ ചലനമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ BJPയോ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ വയനാട്ടിലേക്കുള്ള വരവ് UDFന് വലിയ തോതിൽ ഗുണമുണ്ടാക്കി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി BJP ഏറ്റവും തന്ത്രപ്രധാനമായ രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നു? ഉത്തരേന്ത്യയിലൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ വേരോട്ടമുള്ള മണ്ഡലമുണ്ടായിട്ടും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നു? അത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതായത് കോൺഗ്രസിന് മറ്റൊരിടത്തും ജയിക്കുമെന്നുള്ള ഉറപ്പില്ല. ആകെ ഉറപ്പുള്ളത് വയനാട്ടിൽ വിജയിക്കുമെന്നുള്ള കാര്യം മാത്രമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു സീറ്റ് വച്ചു നീട്ടുകയാണ് ലോക്സഭയിലേക്ക് വയനാട്. അപ്പോൾ രാഹുൽ ഗാന്ധി ജയിച്ചാലോ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല. രാഹുൽ ഗാന്ധി ജയിച്ചാലും ഒരു MP മാത്രമായി, പ്രതിപക്ഷ നേതാവ് മാത്രമായി ലോക്സഭയിലെ പ്രതിപക്ഷ നിരയിലിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ രാജ്യത്ത് കേരളത്തിൽ വയനാട്ടിലല്ലാതെ മറ്റൊരിടത്തും ജയിക്കുമെന്ന് ആത്മവിശ്വാസമില്ലാത്ത, പരാജയ ഭീതിയിൽ പലായനം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ തുറന്നു കാട്ടാൻ K. സുരേന്ദ്രൻ ശ്രമം തുടങ്ങി. അതുമാത്രമല്ല, K. സുരേന്ദ്രൻ വലിയൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു.
അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് വിരോധമുള്ളത്. രാഹുൽ ഗാന്ധിയുടെ മതേതരത്വം വൺ സൈഡഡ് ആണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു മതത്തോട് മാത്രമാണ് വിരോധമുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ഒരു മതത്തോട് മാത്രമാണ് പ്രീണനവുമുള്ളത്. രാഹുൽ ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ആ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷണിച്ചിരുന്നു. രാഹുൽ ഗാന്ധി മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. എന്നാൽ മറ്റു മതസ്ഥരുടെ ആരാധനാ സംവിധാനങ്ങളിൽ, അവരുടെ ആഘോഷവേളകളിൽ രാഹുൽ ഗാന്ധി കൃത്യമായി പങ്കെടുക്കുന്നു. അപ്പോൾ അയോധ്യയെയും രാമക്ഷേത്രത്തെയും ഹൈന്ദവാചാരങ്ങളെയും ഹൈന്ദവ സമൂഹത്തിനെയും മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് വിരോധവും എതിർപ്പുമുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടേത് ഏത് തരത്തിലുള്ള മതേതരത്വമാണ്? മതവിവേചനമാണ് രാഹുൽ ഗാന്ധിയുടേത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്ത കോൺഗ്രസിന്റെ തീരുമാനം ആത്മഹത്യാപരമായി പോയി എന്ന് പല പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരും അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പിന്നാലെ അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കാൻ BJP തീരുമാനിക്കുകയും ചെയ്തു. ഉത്തരേന്ത്യയിലടക്കം വലിയ തിരിച്ചടി ഇതിലൂടെ കോൺഗ്രസിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തിൻ്റെ പേരിലാണ് കോൺഗ്രസ് ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് മാറി നിന്നത്? കോൺഗ്രസ് പറയുന്നത് അത് BJP അതിനെ രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റി, അല്ലെങ്കിൽ അതിനെ RSS വൽക്കരിച്ചു. എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ആ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കെടുക്കാമായിരുന്നു. പക്ഷെ പങ്കെടുത്തില്ല കോൺഗ്രസ്. എന്തുകൊണ്ടാണ്? അതിന് കോൺഗ്രസ് പറയുന്നതല്ല ന്യായീകരണം. യഥാർത്ഥ കാരണം മുസ്ലിം ലീഗിനെ വെറുപ്പിക്കേണ്ടി വരുമോ എന്ന ഭീതിയിൽ, മുസ്ലിം ലീഗ് എതിരാകുമോ എന്നുള്ള ഭയത്താലാണ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്തിലാണ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പിന്മാറിയത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അതിൽ നിന്ന് പിന്മാറ്റുകയായിരുന്നു ചെയ്തത്. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. കാരണം കോൺഗ്രസ് മതേതര പാർട്ടിയാണ്. മതേതര പാർട്ടിയായ കോൺഗ്രസ് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണേണ്ട പാർട്ടിയാണ്. കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രമല്ല ഉള്ളത്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പാഴ്സികളുണ്ട്, ബുദ്ധരുണ്ട്, എല്ലാ മതക്കാരുമുണ്ട്. അപ്പോൾ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളണ്ടേ? ഹിന്ദുക്കളുടെ ആരാധനാക്ഷേത്രമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ മാത്രം ബഹിഷ്കരിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നു? ഇതര മതസ്ഥരുടെ ഏതെങ്കിലും ആരാധനാലയങ്ങളിലേക്കോ അല്ലെങ്കിൽ ആരാധനാ സംവിധാനങ്ങളിലേക്കോ വിളിച്ചാൽ അതിനെ തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയുമോ? കഴിയില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ മതേതരത്വത്തിലെ ഇരട്ട നീതി. കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ മതേതരത്വത്തിലെ കപടമുഖം ഇതാണ് എന്ന് സുരേന്ദ്രൻ ഇന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ദേശീയ തലത്തിൽ വാർത്തയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷതയുടെ പൊള്ളത്തരം തുറന്നു കാട്ടുകയാണ് സുരേന്ദ്രൻ ചെയ്തത്. എന്തായാലും വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ BJP ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കടന്നാക്രമണമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ഓരോ ദിവസവും ഓരോ രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അതിനെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. BJPയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. കാരണം സുരേന്ദ്രനെ പോലെ ഒരു BJPയുടെ തലമുതിർന്ന നേതാവിനെ അവിടെ രാഹുൽ ഗാന്ധിയെ എതിരിടാൻ കൊണ്ടുവന്നതിന് പിന്നിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ചീറ്റിപ്പോയ ആ തന്ത്രം ഇക്കുറി കൃത്യമായി നടപ്പാക്കാൻ തന്നെയാണ് BJPയുടെ നീക്കം.